രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് വിഷുക്കണി ഒരുക്കലും കണി കാണലുമാണ്. വിഷുദിനത്തെ പോലെ വിഷുക്കണിക്കുമുണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. കേവലം കണി കാണാൻ മാത്രമല്ല, ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും തുടക്കമായാണ് വിഷുക്കണിയെ കണക്കാക്കുന്നത്. കണി കാണുമ്പോൾ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളിലേക്കുള്ള പ്രതീക്ഷകളാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഉദിക്കുന്നത്. അങ്ങനെ ഒരു വിഷുക്കാലത്തെ കണിയൊരുക്കം കാണാം. മലയാളികൾക്ക് കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലും നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും കൂടിയാണ് വിഷു. വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക കണിക്കൊന്നയും കണിയുമാണ്. കണിവെള്ളരിയും കൃഷ്ണവിഗ്രഹവും കണിക്കൊന്നയും കണി കണ്ട് ഐശ്വര്യ സമൃദ്ധമായൊരു വർഷത്തിലേക്ക് കൺതുറക്കാനാണ് മലയാളികൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. വരാനിരിക്കുന്ന വർഷത്തിന്റെ പ്രതീക്ഷയിൽ വിഷുക്കണിയായി സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് ഓട്ടുരുളിയിൽ ഒരുക്കുന്നത്. കണിവെക്കുന്നതിനുള്ള ഓട്ടുരുളി, നിലവിളക്ക്, വാൽക്കിണ്ടി എന്നിവ തേച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. വിഷുവിന്റെ തലേന്ന് കുടുംബനാഥയോ മുതിർന്നവരോ വേണം കണിയൊരുക്കാൻ. കൃഷ്ണവിഗ്രഹത്തിന്റെയോ ചിത്രത്തിന്റെയോ മുന്നിലാണ് കണിയൊരുക്കേണ്ടത്. പ്രപഞ്ചത്തിന്റെ പ്രതീകമായാണ് ഓട്ടുരുളി കണക്കാക്കപ്പെടുന്നത്. ഓട്ടുരുളിയിൽ പകുതിയോളം ഉണക്കലരി നിറച്ചതിന് ശേഷം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി, ചക്ക, പൊതിച്ച നാളികേരം, മാങ്ങ, കദളിപ്പഴം, നാരങ്ങ, നെല്ലിക്ക, വാൽക്കണ്ണാടി, കൊന്നപ്പൂക്കൾ, ഓട്ടുതാലത്തിൽ അലക്കിയ കസവുമുണ്ട്, ഗ്രന്ഥം, കുങ്കുമച്ചെപ്പ്, കൺമഷി, വെറ്റിലയിൽ നാണയത്തുട്ടും പാക്കും എന്നിവ വയ്ക്കും. ചക്കയും നാളികേരവും ഗണപതിക്കും, മാങ്ങ സുബ്രഹ്മണ്യനും, കദളിപ്പഴം ഉണ്ണിക്കണ്ണനും ഇഷ്ടഭക്ഷണമാണ്. നാരങ്ങയും നെല്ലിക്കയും ലക്ഷ്മീദേവി സങ്കല്പത്തിലാണ് വെക്കുന്നത്. ഭഗവതിയുടെ സ്ഥാനമായ വാൽക്കണ്ണാടി ഓട്ടുരുളിയുടെ നടുക്കായാണ് വെക്കുക. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത്. കണിവെള്ളരി മഹാവിഷ്ണുവിന്റെ മുഖവും കൊന്നപ്പൂക്കൾ കിരീടവും വാൽക്കണ്ണാടി മനസ്സുമാണെന്നാണ് സങ്കല്പം. സ്വർണവും നാണയങ്ങളും ലക്ഷ്മി ദേവിയുടെയും ഗ്രന്ഥം സരസ്വതി ദേവിയുടെയും പ്രതീകമാണ്. പീഠത്തിൽ നിലവിളക്ക് വെച്ച് എണ്ണയൊഴിച്ച് 5 തിരിയിട്ട് വെക്കും. മുന്നിലായി സാമ്പ്രാണി, ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പൂക്കൾ, കൊടിവിളക്ക് എന്നിവ പിറ്റേന്നയ്ക്കായി ഒരുക്കി വെക്കുകയാണ് പതിവ്. ദീപപ്രഭ മൂലമുള്ള നിഴൽ കൃഷ്ണവിഗ്രഹത്തിൽ പതിക്കാത്ത രീതിയിലാവണം വിളക്കിന്റെ സ്ഥാനമെന്നാണ് പറയപ്പെടുന്നത്. വിഷുദിനത്തിൽ നിലവിളക്കിന്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഈ കാഴ്ചയായിരിക്കും ആ വർഷത്തെ മുഴുവൻ ഐശ്വര്യങ്ങളെയും സ്വാധീനിക്കുക എന്നാണ് വിശ്വാസം. കണിക്കായി പച്ചക്കറി വിത്തുകൾ വെക്കുന്നതും നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാകണം കണി കാണേണ്ടത് എന്നാണ് സങ്കല്പം. വിഷുക്കണി കാണുന്ന ആദ്യ നിമിഷം വർഷം മുഴുവൻ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ എന്ന വിശ്വാസത്തോടെയാണ് ഓരോ വീടും വിഷു പുലരിയെ വരവേൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.